പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവൻ എല്ലാ കാര്യങ്ങളും സാധിക്കും. ഈ നല്ല പ്രഭാതത്തിൽ ഈ തിരുവചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് നിറയാൻ പരിശുദ്ധ ദേവമാതാവിനോട് ചേർന്ന് നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന മാതപ്പെടുത്തുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന ഹല്ലേലൂയ 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 ആമേൻ. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം 1 രാജാക്കന്മാർ 18-ാം അധ്യായം 39-ാം തിരുവാക്യം. ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. പ്രൈസ് ദി ലോർഡ്. കാർമൽ മലയിൽ ഒരുമിച്ച് കൂടിയ ജനത്തോട് ഏലിയ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, എത്ര നാൾ നിങ്ങൾ 2 വഞ്ചിയിൽ കാലുകുത്തും? ബാലിന്റെ ദൈവമാണ് ദൈവമെങ്കിൽ നിങ്ങൾ ആ കൂടെ പോവുക. എന്നാൽ കർത്താവാണ് നമ്മുടെ ദൈവമെങ്കിൽ കർത്താവിനെ അനുസരിക്കുക, അവിടുത്തെ വചനം പാലിക്കുക. ബാലിന്റെ പ്രവാചകന്മാര് ബലിപീഠമുണ്ടാക്കി അവര് സായാഹ്നം വരെ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. എന്നാൽ അവരുടെ ദൈവം പ്രാർത്ഥന കേട്ടില്ല. ഏലിയ പ്രവാചകൻ ബലിപീഠമുണ്ടാക്കി അതിന്മേൽ ബലിവസ്തു വെച്ച് ദൈവമായ കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. അബ്രാഹത്തിന്റെ, ഇസാക്കിന്റെ, യാക്കോബിനെ ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു. ഏലിയ പ്രവാചകന്റെ പ്രാർത്ഥന കേട്ട് ദൈവം സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിച്ചു കളഞ്ഞു. ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു. ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. ആ നല്ല ദൈവത്തില് നമ്മൾ ആരാധിക്കണം, ആ ദൈവത്തിൽ വിശ്വസിക്കണം. ആ ദൈവമാണ് നമ്മുടെ ദൈവമായ കർത്താവ്. ഒരേ ഒരു കർത്താവാണത്. ആ ദൈവത്തിൽ നമ്മൾ ശരണപ്പെടണം, ആ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അവിടുന്ന് മാത്രമാണ് ദൈവം. ആ കർത്താവായ യേശുവിനെ നമ്മൾ ആരാധിക്കണം. അവിടുന്ന് മാത്രമേ രക്ഷകനായിട്ടുള്ളൂ. ഈ നല്ല പ്രഭാതത്തിൽ കർത്താവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന മതപ്പെടുത്തുന്ന കർത്താവെ, ഇന്ന് ഈ വചനം ശ്രമിച്ച എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, കരുണയായിരിക്കണമേ. ഈശോയെ തോന്നണമേ, അങ്ങയുടെ തിരുരക്തത്തെ പൊതിയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുനാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ ഇപ്പോൾ തന്നെ വിടുതലുണ്ടാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുനാഥ് സ്തുതിക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ.